വെരി ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. MS അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയി ഡിസ്കസ് ചെയ്തത് MNCs അതേപോലെ തന്നെ പബ്ലിക് പ്രൈവറ്റ് കമ്പനീസൊക്കെ ആയിരുന്നു. ദെൻ നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോയിൻറ്റ് വെഞ്ചേഴ്സിനെ കുറിച്ചിട്ടാണ്. ഈ ക്ലാസ്സിൻ്റെ നോട്ട്സ് എല്ലാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ മിസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് തിയററ്റിക്കലി ഉള്ള ആസ്പെക്ട്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറഞ്ഞാൽ an association of two or more individuals or organization formed by agreement for a common purpose or mutual benefit. It's called joint venture. അപ്പോൾ ജോയിൻറ്റ് വെഞ്ചർ നിങ്ങൾ ആലോചിക്കുമ്പോൾ ഒരു ജോയിൻ്റ് ആണ്, അതായത് കൂടിച്ചേരലാണ് ഒരു ജോയിൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജോയിൻറ്റിലും ഈ ഒരു ചിത്രം നോക്കിയാൽ മതി, ഇവിടെ എന്തൊക്കെയാണ് ജോയിൻ്റ് ആവാമെന്ന് ആലോചിക്കുക. രണ്ടോ അതിലധികമോ ഇൻഡിവിജ്വൽസിൻ്റെ ഒരു അസോസിയേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അവരൊരു എഗ്രിമെൻറ്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഒരു ഓർഗനൈസേഷൻ അവിടെ ഒരു കോമൺ പർപ്പസിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്നത്. ജോയിൻ്റ് ആകുക, ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയും വൈ എന്ന് പറഞ്ഞ കമ്പനിയും ഉണ്ടായിരിക്കും, രണ്ട് പേഴ്സൺസ് ഉണ്ടായിരിക്കും, അവർ കൂടിയിട്ട് XY പറഞ്ഞിട്ടൊരു കമ്പനി അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് ഒരു എഗ്രിമെൻറ്റ് മുഖേന സ്റ്റാർട്ട് ചെയ്യുകയാണ്. ദോസ് ഓർഗനൈസേഷൻ മേ ബി പ്രൈവറ്റ് ആയിരിക്കാം, ഗവൺമെൻറ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോറിൻ കമ്പനി ആയിരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പനികളാണ് ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഒരു കൈയിൻ്റെ ചിത്രം ആലോചിച്ച് വെക്കുക. ജോയിൻ ആവാന്നൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ രണ്ടോ അധികം വ്യക്തികൾ ചേർന്നിട്ടൊരു മ്യൂച്വൽ ബെനഫിറ്റിൻ്റെ പേരിൽ വരുന്ന ഒന്നാണ് ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ദെൻ നമുക്കിനി കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നോക്കാം. ഹോണ്ട, യമഹ ഒക്കെ ഒരുപാട് എക്സാമ്പിളാണ് ഈ ഒരു ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്നത്. യൂഷ്വലി ജോയിൻറ്റ് വെഞ്ചേഴ്സ് ആർ ഫോംഡ് ടു ഷെയർ strength, minimize risk and to increase competitive advantage in the marketplace. ഇവർ മെയിനായിട്ട് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രെങ്ത്ത് ഷെയർ ചെയ്യുക, അതായത് കമ്പനികളുടെ സ്ട്രെങ്ത്ത് അവിടെ ഷെയർ ചെയ്യുക, അതേപോലെ റിസ്ക് കുറയ്ക്കുക, പരമാവധി റിസ്ക് അവരവിടെ കുറയ്ക്കുക, കമ്പനി അവിടെ മാർക്കറ്റിൽ നമ്മുടെ മാർക്കറ്റ് പ്രൈസ് അവിടെ കൂട്ടുക. ഇതൊക്കെയാണ് അവിടെ മെയിനായിട്ട് വരുന്ന ലക്ഷ്യം എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്, കുറച്ച് ഇൻഡസ്ട്രീസ് നിങ്ങൾ നോക്കി വയ്ക്കുക. നിങ്ങൾക്ക് അതിലറിയാവുന്ന മാരുതി, സുസുക്കി, യമഹ, മഹീന്ദ്രാന് ഉള്ള ഒരുപാട് ഓർഗനൈസേഷൻസ് നമ്മുടെ ജോയിൻറ്റ് വെഞ്ചേഴ്സിന് എക്സാമ്പിളാണ്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻറ്റ് വെഞ്ചേഴ്സ് ഉണ്ട്. ഏതൊക്കെ ടൈപ്പാണ് ജോയിൻറ്റ് വെഞ്ചേഴ്സ് എന്ന് നോക്കി വയ്ക്കണം. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഫ്ലോ ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻറ്റ് വെഞ്ചേഴ്സ് വരുന്നതുള്ളത്. അപ്പോൾ ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഇക്വിറ്റി ബേസ്ഡ് ജോയിൻറ്റ് വെഞ്ചർ ഉണ്ടായിരിക്കാം, കോൺട്രാക്ച്വൽ ജോയിൻറ്റ് വെഞ്ചേഴ്സും ഉണ്ടായിരിക്കാം. അഗെയിൻ ഈ ഇക്വിറ്റി ബേസ്ഡ് തന്നെ മൂന്നായി ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. കമ്പനി, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് അഥവാ LLP എന്ന് പറയും. ദെൻ പാർട്ട്ണർഷിപ്പ്. ഇത് മൂന്നും ഇക്വിറ്റി ബേസ്ഡ് ജോയിൻറ്റ് വെഞ്ചറിൽ വരുന്നതാണ്. പിന്നെ രണ്ടാമത്തെ ടൈപ്പായിട്ടുള്ള കോൺട്രാക്ച്വൽ ജോയിൻറ്റ് വെഞ്ചർ, അതിൽ വരുന്നത് കോപ്പറേഷൻ എഗ്രിമെൻറ്റ്, സ്ട്രാറ്റജിക് അലയൻസസുകളൊക്കെയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ജോയിൻറ്റ് വെഞ്ചറിൽ വരിക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ബേസായിട്ട് നമ്മുടെ ജോയിൻറ്റ് വെഞ്ചറിനെ കുറിച്ച് പറയുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മുടെ ഗൂഗിൾ മീറ്റ് 7 മണിക്ക് ഇന്ന് ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ലിങ്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യുക. ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ആ ഒരു ഗൂഗിൾ മീറ്റിൽ ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഗൂഗിൾ മീറ്റിൽ കാണാം. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനലിലെ വീഡിയോ ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കും ഇതേപോലെ തന്നെ ഇൻഡിവിജ്വലൈസ്ഡ് പേഴ്സണൽ ട്യൂഷൻ ആവശ്യമാണെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം.